ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിസപ്ഷൻ ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ കോസ്റ്റ്യൂമൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് മേക്കപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണ് ഇഷ്ടം. സോ ഇന്ന് നമ്മൾ നല്ലൊരു മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് പ്രോപ്പർ മേക്കപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രൈമറി യൂസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രൈമർ ഇട്ടതിന് ശേഷം ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. മെബലൈൻ്റെ ഫൗണ്ടേഷനാണ്. 24 hours ലാസ്റ്റ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ്. ഞാനൊരു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ടൈം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും പരിപാടിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ് കേട്ടോ. കാരണം അടിപൊളിയാണ്. നിങ്ങൾക്കിത് ഇട്ടിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് എൻ്റെ സ്കിൻ തന്നെയാണ്, എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്. നമുക്ക് ബ്രൈഡൽ മേക്കപ്പിൻ്റെ വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നിങ്ങൾക്ക് നല്ല കവറേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം കൂടി ഇട്ട് കൊടുക്കാനായിട്ടൊക്കെ പറ്റും. അടിപൊളിയാണ്. സ്കിന്നൊന്നുകൂടി പോളിഷ്ഡ് ആക്കി ഒന്നുകൂടി എൻഹാൻസ്ഡ് ചെയ്യുന്ന ഫീലാണ് കേട്ടോ എനിക്ക് ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് കിട്ടാറുള്ളത്. അതായത് വളരെ വൈറ്റ് ടോണ്ടൊന്നല്ല, എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്. സോ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളിടത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കൺസീലർ വെച്ചും കൂടി അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും നല്ല രീതിയിൽ നമ്മൾ സ്കിന്നിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഫൗണ്ടേഷനൊന്നും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കോമ്പാക്റ്റോ അല്ലെങ്കിൽ ലൂസ് പൗഡറോ ഒന്നും വെച്ച് സെറ്റ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഫേസ് എപ്പോഴും ഒരു ഡ്യൂയി ആയിട്ടിരിക്കണമെന്ന് ഇഷ്ടം. എനിക്ക് മാറ്റ് ഫിനിഷ് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഷാഡോ കൊടുക്കുന്ന പോലെ കണ്ണുമ്മോ കൊടുത്തു കേട്ടോ. ജസ്റ്റ് ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ചെയ്തു. അതിന് ശേഷം ഒരു ഗോൾഡൻ ഷിമ്മറി ഐ ഷാഡോ എടുത്തിട്ട് ഞാൻ ടോട്ടൽ ഫില്ല് ചെയ്ത് കൊടുത്തു. അത് ഞാൻ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്യൂയി ആയിട്ട് കുറച്ച് തിളങ്ങി നിൽക്കുന്ന പോലത്തെ മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് നൈറ്റാണല്ലോ പരിപാടി വരുന്നത്. പിന്നെ കണ്ണ് ഞാൻ വിങ്ക് ചെയ്തിട്ട് എഴുതി കൊടുത്തു. നെക്സ്റ്റ് ഞാൻ മസ്കാര കൂടി ഇട്ടു കേട്ടോ. നിങ്ങൾ എപ്പോഴും എന്ത് ഐ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മസ്കാര നിർബന്ധമാണ്. സോ സിമ്പിളാണ്, ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഐ മേക്കപ്പ്. പിന്നെ ഞാൻ നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതിനൊരു ദുപ്പട്ട കൂടി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് അത്. ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇയറിംഗ്. പിന്നെ ഈ ഇയറിംഗും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ പാർട്ടാണ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാനിവിടെ ഒരു ഗ്ലോസി ലിപ്സ്റ്റിക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആയതുകൊണ്ട് ഒരു പീച്ചി പിങ്ക് ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക്കാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴും ഞാൻ നന്നായിട്ട് ലിപ്പ് ലൈൻ ചെയ്യും. അപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ലിപ്പ് ലൈൻ ചെയ്തു. ഇത് മെബലൈൻ്റെ ലിപ്സ്റ്റിക്കാണ്. ലിപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത് ലിപ് ഗ്ലോസ് ആണ്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. മറ്റുള്ള ലിപ് ഗ്ലോസ് പോലെയല്ല, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇത് നമ്മൾ മോർണിംഗ് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മൾ തിരിച്ച് വരുമ്പോൾ വരെ അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു പീച്ചി പിങ്ക് ആ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. സോ ലിപ്പി നമ്മൾ ലിപ്പുമ്മലിട്ട് കൊടുക്കും. ഇനിയാണ് നമ്മുടെ ബ്ലഷ് ഇടുന്നത്. അത് സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ളൊരു ബ്ലഷാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ബ്ലഷ് ഇടുമ്പോൾ നമ്മുടെ ഈ ചീക്കിൻ്റെ കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ടാണ് ഇടാറ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നെറ്റിയുടെ പകുതി ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ഐബ്രോയുടെ ആ സൈഡ്, അവിടെ നിന്നും ഞാനിങ്ങനെ ഇടാറുണ്ട്. എനിക്ക് അങ്ങനെ ഇടുമ്പോഴാണ് കുറച്ചുകൂടി നല്ലൊരു ലുക്ക് അല്ലെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ട് തോന്നാറുള്ളത്. പിന്നെ നമ്മുടെ എപ്പോഴും നോസിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്കൊരു നല്ലൊരു ഫ്ലഷ് ലുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു പൊട്ട് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.